ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയത് മുതൽ ട്രംപിന്റെ ഓരോ തീരുമാനവും ലോകത്തെ ഞെട്ടിക്കുന്നുണ്ട്. ലക്കും ലഗാനുമില്ലാതെ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ അധിക തീരുമാന വിഷയത്തിൽ ട്രംപിന്റെ തീരുമാനത്തിൽ ഇന്ത്യ അല്പം ബുദ്ധിമുട്ടിയതാണ്. ഇപ്പോഴിതാ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്ന അടുത്ത തീരുമാനവുമായി ട്രംപ് വീണ്ടും വന്നിരിക്കുകയാണ്. H1B വിസ അപേക്ഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. H1B വിസയുടെ വാർഷിക ഫീസ് $1,00,000 ആക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിലാണ് ട്രംപ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് പുതിയ തീരുമാനം എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വൈറ്റ് ഹൗസ് നടത്തിയത്. ഇത് US-ൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന്റെ അടിസ്ഥാന ഘടന തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ തീരുമാനമുണ്ടാക്കുന്നത്. $1,00,000, അതായത് ഏകദേശം 88 ലക്ഷം രൂപയാണ് ഭരണകൂടം ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി US-ലേക്ക് പോകുന്ന IT ജീവനക്കാരെയാണ് പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും US ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനുമാണ് H1B വിസ ഫീസ് ഉയർത്തിയത് എന്നാണ് ട്രംപ് പറയുന്നത്. ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം. കുറഞ്ഞ ഫീസ് ചുമത്തിയിരുന്നതിനാൽ അമേരിക്കയിലെ പല ചെറിയ തസ്തികകളിൽ പോലും തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പുതിയ തീരുമാനത്തിലൂടെ കഴിയുമെന്നാണ് ഫീസ് വർധന പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറയുന്നത്. നിലവിൽ ഈടാക്കുന്ന വെയിറ്റിംഗ് ചാർജുകൾക്ക് പുറമെയാണ് ഈ ഫീസും ഈടാക്കുക. വിസ പുതുക്കുവാനും ഇതേ തുക നൽകേണ്ടതായുണ്ട്. ഫീസ് മുൻകൂറായി ഈടാക്കണോ അതോ വാർഷിക തലത്തിൽ കൈപ്പറ്റണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും എന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശമ്പളമോ മറ്റ് മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ഈ ഫീസ് ബാധകമാണ് എന്നതാണ് മറ്റൊരു കാര്യം. പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായി രാജ്യത്തേക്ക് എത്തുന്ന പരിചയക്കുറവുള്ള വിദേശീയരുടെ കടന്നുവരവ് ഇതോടെ നിലയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത്. ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ കമ്പനികളെ ഈ മാറ്റം പ്രതികൂലമായി ബാധിക്കും. മുൻപ് ക്ലയന്റ് പ്രൊജക്ടുകൾക്കും പരിശീലനങ്ങൾക്കുമെല്ലാമായി നിരവധി ആളുകളെ ഈ കമ്പനികൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കും എന്നത് ഒരു ചോദ്യം ചിഹ്നമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. എന്തായാലും അമേരിക്ക സ്വപ്നം കണ്ടിരിക്കുന്ന ടെക്കികൾക്കും മറ്റുള്ളവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്.